മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഹസ്ബൻഡിന് ജീവനോടെ ഇരിക്കില്ല, 3 ദിവസം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടാകുകയുള്ളൂ, ഇനി വെൻറ്റിലേറ്ററിലൊന്നും ആക്കണ്ട, മരിച്ചു പോകുമെന്നുള്ളതാണ്. എൻ്റെ ഹസ്ബൻഡിന് ഫെബ്രുവരി 9 വർക്ക്ഷോപ്പിലായിരുന്നു ജോലി ചെയ്യുന്നത്. അവിടെ ഡീസൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. 74% ബേൺസ് ആയിരുന്നു. ഒരു ഹോസ്പിറ്റലിലും എടുക്കുന്നില്ലായിരുന്നു. ലാസ്റ്റ് ESA ഹോസ്പിറ്റലിൽ, കൊല്ലം ESA ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ പുള്ളിയെ ഇൻറ്റുബേറ്റ് ചെയ്യണം, വെൻറ്റിലേറ്ററിലാക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അതിൽ പ്രകാരം പുള്ളിയെ റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. പോകും വഴി എന്ത് ചെയ്യണമെന്നോ ഹോസ്പിറ്റലിൽ ചെന്ന് എന്ത് ചെയ്യണമെന്നോ ഒന്നും ഒരു നേഴ്സായിരുന്നിട്ട് കൂടി എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയായിരുന്നു 75% ബേൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനും പൂർവ്വസ്ഥിതിയിലോട്ട് തിരിച്ച് കിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി. പുള്ളി ബേൺസ് ICUവിൽ അഡ്മിറ്റായി. ആദ്യം തന്നെ ഡോക്ടർ എന്നോട് പറയുന്നത്, മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഹസ്ബൻഡിന് ജീവനോടെ ഇരിക്കില്ല, 3 ദിവസം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടാകുകയുള്ളൂ, ഇനി വെൻറ്റിലേറ്ററിലൊന്നും ആക്കണ്ട, മരിച്ചു പോകുമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ അന്ന് ഞാൻ ആ ICUവിൻ്റെ ഫ്രണ്ടിലിരുന്ന് അനുഭവിച്ച വേദനയും ഡിപ്രഷനും ആരും ഇല്ലാത്ത അവസ്ഥയും, എനിക്ക് ആരോട് പ്രാർത്ഥിക്കണമെന്നോ ഇനി ജീവിതത്തിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണമെന്നോ, ഒരു മകനുണ്ട് 7 വയസ്സുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഫെബ്രുവരി 10 എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ എനിക്ക് കൃപാസനത്തെ പറ്റിയും ഇവിടുത്തെ ഉടമ്പടിയെ പറ്റിയും അമ്മ മാതാവിനെ പറ്റിയെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ അപ്പയുടെ തന്നെ ഒരു കാശ് രൂപവും ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പും ഉടമ്പടി തൈലവും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ ഒരു നിധി കിട്ടിയ സന്തോഷത്തോടു കൂടി മെഡിക്കൽ കോളേജിലോട്ട് അത് കൊണ്ടുപോവുകയും ഹസ്ബൻഡിൻ്റെ പില്ലോയുടെ അടിയിൽ ഈ കാശ് രൂപം വയ്ക്കുകയും എന്നും രാവിലെ കുളി കഴിഞ്ഞ് ഈ പുള്ളിയുടെ കുളി കഴിയുമ്പോഴത്തേക്ക് ഈ ഉടമ്പടി തൈലം കുരിശ് വരച്ച് കൊടുക്കുകയും അന്ന് തൊട്ടേക്ക് തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ കൃത്യം 5:30 തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും തുടങ്ങിയിരുന്നു. അതുകൊണ്ട് 45 ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഒരു മരുന്ന് പോലും പുള്ളിക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഈ ഉടമ്പടി തൈലവും ഉപ്പും മാതാവിൻ്റെ പ്രാർത്ഥനയും അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മുറിവുകളിൽ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ മരുന്ന് ഉപയോഗിച്ചതല്ലാതെ യാതൊരുവിധ മരുന്നുകളും ഉപയോഗിക്കത്തില്ല. ഈ ഫെബ്രുവരി 9 ആയപ്പോൾ 2 വർഷം പൂർത്തീകരിക്കുന്നു. ഇപ്പം മൊബൈൽ പിടിക്കാം, ഡ്രൈവ് ചെയ്യാം, പുള്ളിക്ക് പഴയ പോലെ കാര്യങ്ങളെല്ലാം ചെയ്യാം. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുമില്ല. ഡ്രൈവ് ചെയ്യാൻ സാധിക്കും, ഒരു കുഴപ്പവുമില്ല, യാതൊരുവിധ കോൺട്രാക്ചറും പുള്ളിക്ക് ഇല്ല. പിന്നീട് ഇതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെയാണ്. എൻ്റെ മാതാവ്, എൻ്റെ ഈശോയും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ വിശ്വാസത്തിലോട്ട് വന്നിട്ടില്ല. ഒരു നാൾ പുള്ളി വരുമെന്നും ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു.